മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണം. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ഒടുക്കത്തെ ഈ കളി കൂടെ നീ ഒന്ന് കാണും. കത്തി താഴെയിടറ, ബ്രണ്ണൻ സാഹിബിന്റെ ക്രിസ്മസ് എന്നീ സൂപ്പർ ഹിറ്റ് നാടകങ്ങൾക്ക് ശേഷം ടീം DMC ഒരുക്കുന്ന ഏറ്റവും പുതിയ ഡ്രാമ ഡി ബോസ്. ഡോർജസിലെ ബിഗ് ബോസ് ആര്? ഗാനങ്ങൾ, മ്യൂസിക് പ്രണവ് ജെയിംസ്, സംവിധാനം സ്റ്റെബി തോമസ്. ഡി ബോസ് ഈ വേദിയിൽ ഇതാ ആരംഭിക്കുന്നു. എന്താ പക്ഷെ എന്താ പ്രശ്നം? അപ്പൊ ഇയാളെ നാട്ടിലൊന്നുമില്ലേ? ആ പോണ നാരായണ ചേട്ടന്റെ മോനെ എച്ചി പിടിച്ചോണ്ട് പോയി. എന്റെ ദൈവമേ, ഇതിപ്പോ എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാകണത്? ഒക്കെ ഇതോട് തീരും. നാരായണ ചേട്ടൻ പോണതേ 500 കാണാനാ. 500 കാണാൻ? ആ അതെ. എന്തെങ്കിലും നടക്കും. വക്കീലേ 500 എവിടെയാ? എന്റെ മകനെ വേമോന്ന് ഞാൻ പിടിച്ചോണ്ട് പോയി. നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും 500 ഇടപെടില്ലെന്ന്? എടാ മോനെ, ഇങ്ങോട്ട് നോക്കിയേ, 500 വരുന്ന കണ്ട. ഡോർച്ചസ്റ്ററിന്റെ ഡീബോസ് പരിപാടി പങ്കെടുക്കാൻ പോയിക്കേ. വാടാ മക്കളെ, ഈ ബോസ് ഡി ബോസ് പോയേക്കാം. പ്രിയ കലാസ്നേഹികളെ, ഒറ്റ രാത്രി കൊണ്ട് മലവെള്ളപ്പാച്ചിലിൽ ദുരന്തമായ വയനാട് ജനതയ്ക്ക് സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ടീം DMC ഒരുക്കുന്ന ഏറ്റവും പുതിയ മ്യൂസിക്കൽ ഡ്രാമ ഡോർജസിലെ ഡി ബോസ് ആര്? അഭിനയിക്കുന്നവർ DMCയിലെ കൊച്ചു കലാകാരന്മാർ. ഗാനങ്ങൾ, എഡിറ്റിംഗ് പ്രണവ് ജെയിംസ്, കഥ സംവിധാനം സ്റ്റെബി തോമസ്. ഇത് ഡോർച്ചസ്റ്ററിലെ ഡി ബോസ് എന്നൊരു പരിപാടിയാണ്. അപ്പൊ ഞാനാണ് എന്റെ മ്യൂസിക് ഒക്കെ ചെയ്യുന്നത്. എന്റെ ഒരു മ്യൂസിക് 100,000 പ്രശ്നങ്ങളുള്ള അവന്റെ മ്യൂസിക് അപ്പകള ഇവരാണോ എന്റെ ഭർത്താവ്? എന്റെ ഭർത്താവ് ഇയാളല്ല, വേറെ മുഖം അയാൾക്ക്. നീ എന്താ ആശാനെ, ഞാൻ സ്റ്റെബി, ഈ മ്യൂസിക്കൽ ഡ്രാമയുടെ സംവിധായകനാണ്. നിന്നെ കുറെ കാലടിയെ തപ്പിടക്കാൻ നീ എലിസബത്ത് രാജ്ഞിയെ കളിയാക്കുമല്ലേ? അയ്യോ, അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. ഈ കണ്ട സംഘടനയിൽ നിന്ന് മുഴുവൻ പുറത്താക്കിയവനെ ഈ രാജ്യത്ത് തന്നെ പുറത്താക്കും.
കലാകാരന്മാരെ ബഹുമാനിക്കാത്തവരാണ്. നീ ഒരു പാട്ട് പാടിയിട്ടൊക്കെ പോയാൽ മതി. ശമ്പള ശോധന ശീതള വാനീന പേന 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 പേശൂതികൾ എംബി മുറുക്കാൻ വെട്ടി ചീരത്തോരൻ അടയ്ക്കാൻ പക്ഷി ശമ്പള ശോധന ശമ്പള ശോധന ശമ്പള ശോധന ശീതള വാനീന പേന 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 പേശൂതികൾ എംബി മുറുക്കാൻ വെട്ടി ചീരത്തോരൻ അടയ്ക്കാൻ പക്ഷി. വാ മംഗളെ, നമുക്ക് അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും അവനെ നോക്കാം. മാന്യ പ്രേക്ഷകർക്ക് ഡി ബോസിലേക്ക് സ്വാഗതം. ഡോർച്ചസ്റ്ററിലെ ബിഗ് ബോസ് ഫസ്റ്റ് പ്രൈസ് 50,000 pounds. ഇതാരെ കൊണ്ടുപോകും നമുക്ക് നമുക്ക് ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ നിന്നും നേരെ ഡോർച്ചസ്റ്റർ ഡി ബോസിൽ എത്തിയ മിസ് ജാസ്മിൻ. വെൽക്കം മിസ് ജാസ്മിൻ. സുഖമാണോ ജാസ്മിൻ? ഗർഭറി എന്ന് പറയുന്നു. എന്റെ വീട്ടിലെ വാതിൽ ആര് മുട്ടിയാലും ഞാൻ തുറക്കില്ലട പട്ടികളെ. സുഖാണ് പോലും അല്ലേ? ഹേമ കമ്മിറ്റിയുള്ള കാലം ഓർത്തോ നീ? ചോദിക്കണ്ടായിരുന്നു. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മാറി മാറി നിൽക്കുന്ന, കസേരയിലിരിക്കാത്ത മിസ്റ്റർ ഭീമൻ രഘു. ഇദ്ദേഹം DMCയുടെ ഡാൻസ് സ്കൂളിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തയാളാണ്. താൻ എവിടുന്ന മോനെ ഡാൻസ് പഠിച്ചെന്ന് പറഞ്ഞത്? മിസ്റ്റർ മോഹൻലാൽ, ഞാൻ ആരുടെ അടുത്ത് ഡാൻസ് പഠിച്ചിട്ടില്ല. ഐ ആം എ പ്രൊഫഷണൽ ഡാൻസർ. അതായത് ഡാൻസ് പഠിപ്പിക്കുന്ന സാറാണ്. കൂടാതെ ടെൻഷൻ മാറാൻ യോഗ, പോസ്റ്റ് ഓഫീസിലൂടെ സ്വിമ്മിങ് തുടങ്ങിയവയും പഠിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് യൂട്യൂബിൽ തേര് പറഞ്ഞ് ഫേമസ് ആയ ദേവി നാഗസൈലന്ദ്രി. വെൽക്കം നാഗസൈലന്ദ്രി.
എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ, ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവനെനിക്ക് ഇഷ്ടമല്ല. അവന് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. അത് തൊഴിഞ്ഞ ഒരു മോതം വെച്ചോടാ. നിന്റെ മോത്ത് ആരും നോക്കൂടാ, പിള്ളേരെങ്ങനെ നോക്കൂ. ഈ സ്ത്രീ തൽക്കാലം തെറി നിർത്തൂല. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ മിസ്റ്റർ അഞ്ഞൂറാൻ, ഡീബോസ് ഒരു ഗെയിമാണ്. നിറയെ നിയമങ്ങളുണ്ട്, ഒന്നും മറക്കരുത്. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? അമ്മ സംഘടനയിലെ താരങ്ങൾ രാത്രി വാതിൽ മുട്ടാൻ പോയത് ഞാൻ മറക്കണോ? പറയാൻ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ മറക്കണോ? പറയണോ? അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞതാ, ക്ഷമി. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്, ഇദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഹിമവൽ സ്വാമികളാണ്. ആ മഹാനായ സ്വാമി അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ പൊന്നുമക്കളെ, റോച്ചസ്റ്ററിലെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഡീബോസിൽ പങ്കെടുക്കാൻ നോം തയ്യാറായി. ചെക്കോസ്ലാവാക്യ, യുഗോസ്ലാവാക്യ തുടങ്ങിയ പറഞ്ഞാൽ നാക്കുളുക്കുന്ന പ്രദേശങ്ങളിൽ പ്രസംഗിക്കാൻ നാം പോകണം. ഹേമ കമ്മീഷന്റെ കേസിൽ വിളിക്കുമ്പോൾ നാം പോകണം. മാറിപ്പോയി. ഹേമ കമ്മീഷൻ കേസിന് വിളിക്കുമ്പോൾ ഒത്തുതീർപ്പാക്കാൻ നോം പോകണം. മച്ചിത്ത മൽഗത പ്രാണ കരിയച്ചമാം നിത്യം പദം സ്വച്ഛന്തി രവന്തി എന്ന് വെച്ചാൽ രമ വെക്കണ കോഴി ബിരിയാണിയിലെ നിറയെ കോഴിക്കാലുണ്ടാവും. എന്നാ ആ കോഴിക്കാലുകൊണ്ട് കോഴി ഉണ്ടാക്കാൻ പറ്റുമോ? തേങ്ങയാണോ പറയുന്നേ? നോം ചോദിക്കുകയാണ്. പശുവിന്റെ പാൽ നമ്മൾ കുടിക്കും, പക്ഷേ പശു നമ്മുടെ പാൽ കുടിക്കുന്നില്ല. സ്വാമി എന്ത് മണ്ടത്തരായി പറയുന്നത്? മര്യാദക്ക് ഡീബോസിൽ പോയിട്ട് 50 ലക്ഷം അടിച്ചു മാറ്റാൻ നോക്കും. ഇനി ലാസ്റ്റ് കണ്ടസ്റ്റന്റ്, മലയാളി മനസ്സിന്റെ അഹങ്കാരം, ഡോർച്ചസ്റ്ററിലെ യുവാക്കളുടെ ഹരം, അതെ വെയ്മത്ത് കടപ്പുറം കൂട്ടത്തോടെ ഭരിക്കുന്ന കടപ്പുറം ജാനകി. വെൽക്കം കടപ്പുറം ജാനകി. അയലത്തെ വീട്ടിലെ കല്യാണ
സമയം 8 മണി. എല്ലാവരും എഴുന്നേൽക്കുക. ഡിബോസ് എന്റെ ഷർട്ട് കാണുന്നില്ല. ഡിബോസ് എന്റെ ഷർട്ട് കാണുന്നില്ല. ഇട്ടിട്ടുണ്ടല്ലോ. കാണിക്കുന്നത് അന്തസ് വേണ്ടോ? അന്തസ്. നിന്റെ ചമന്നതാണോ കണ്ണുള്ളതാണോ? കണ്ണു തന്നെയല്ലടാ, കണ്ണും ചെവി മൂക്കൊക്കെ ഉണ്ട്. എടി നാഗേ, നീ എന്റെ ഷർട്ട് കണ്ടോ? കൂതറേ, നിന്നേക്കാൾ തെറി പറയാൻ എനിക്കറിയാവടി. പക്ഷെ ഈ ജാൻമണിക്ക് സംസ്കാരം ഉണ്ടെടി, സംസ്കാരം. സ്വന്തം സാധനം പോലും സൂക്ഷിക്കാൻ അറിയാത്ത നീയാണോടെ 50,000 പൗണ്ട് വാങ്ങാൻ വന്നിരിക്കുന്നേ. തുപ്പുന്നതും തുമ്മുന്നതൊക്കെ നിന്റെ വീട്ടില്. ഇത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് അല്ല, ഇത് ഡിബോസാ. ഡിബോസ് വീട്ടുകാരെ പറഞ്ഞാണ്ടല്ലോ, അടിച്ച് നിന്റെ 30 പല്ല് ഞാൻ താഴെ ഇടും. കേട്ടോടി? 2 വെപ്പ് പല്ലിയുടെ കൂട്ടി 30 കറക്റ്റ്. ആരും വഴക്കുണ്ടാക്കരുത്. കബടി നിർത്തി നോമ്പ് പറയണം. കളസം എവിടെയുണ്ടെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവൻ കള്ളസ്വാമിയാണ്. ഡിബോസ് ഇവൻ ഇപ്പൊ തന്നെ പുറത്താക്കണം. എനിക്ക് വീപ്പ് വരുന്നേ, തല കറങ്ങുക. ചൂടുവെള്ളം കൊണ്ടുപോയോ? മരണം ജാസ്മിൻ. ഇത്തിരി ചൂടുവെള്ളവുമായി ഇച്ചിരി ചായപ്പൊടി, ഇച്ചിരി പഞ്ചാര കൂടി തരൂ. തനിക്ക് ചായ ഉണ്ടാക്കി തരാൻ ഞാൻ എന്റെ വേലക്കാരിയാണോടോ? തുമ്മിയിട്ടാ ഞാൻ ബിഗ് ബോസിന് ചായ കൊടുത്തത്. തനിക്ക് ഞാൻ തുപ്പിയിട്ട് തരൂടോ? സമി പ്ലീസ് സമി, എന്റെ ഷർട്ട് കണ്ടോ? എന്റെ പൊന്നു മകളെ, മോൻ ഷഡ്ഡി എടുത്തിട്ടില്ല. മകൾക്ക് ഷഡ്ഡി ഇല്ലെങ്കിൽ എന്റെ എടുത്തോളൂ. സ്വാമി, ഇത് ജാൻമണിക്കിടാനാണ്, അല്ലാണ്ട് പതിക്കാനുള്ള. എടാ കോപ്പൻ, ഈ സാമി ആവുന്നതിന് മുന്നേ ഞാനേ പോക്കറ്റ് എടുക്കാൻ ഊമൻ കുമാരനാണ്. എന്റെ പഴയ സ്വഭാവം എന്താണ് എടുപ്പിക്കരുത്. സ്വാമി അറിഞ്ഞില്ല, അനുഗ്രഹിച്ചാലും. എല്ലാരും കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. ഡിബോസിന്റെ 50,000 പൗണ്ട് ഈ ജാസ്മിൻ തന്നെ കൊണ്ടുവരും. 50,000 പൗണ്ടിന് വേണ്ടി ഈ ജാൻമണി ഇവിടെയുള്ള എല്ലാരെയും ശപിച്ചുകൊണ്ടിരിക്കുക. ഇവള് വെറും കള്ളിയാ. ഇവളെ ഇപ്പൊ പുറത്താക്കണം. മീഡിയയുടെ മുന്നിൽ നിന്നെ വലിച്ചു കീറും. എന്റെ ഷർട്ട് കണ്ട നിന്നെ ഞാൻ വലിച്ചു കീറുപടി. നീ നശിച്ചു പോടി. എനിക്ക് പറ്റില്ല. ഇവിടെ എനിക്ക് പറ്റില്ല. ജാൻമണിയുടെ കാണാതെ പോയ സൂത്രം വരുന്നത്. നിർത്തണം അത് തുള്ളിച്ചാട്ടം. നിറയെ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ. അറിയാലോ, ജാൻമണിക്ക് വീട്ടിൽ പോകണമല്ലേ. അതുകൊണ്ട് ഈ പ്രാവശ്യം എലിമിനേറ്റ് ആകുന്നത് നാഗസൈരേന്ദ്രി. നാഗയോട് എനിക്കുള്ള ഉപദേശം, മോളെ തെറി പറയരുത്, തെറി നിർത്തൂ. നീ എന്റെ യൂട്യൂബ് എടുത്ത് നോക്കി നിനക്ക് മനസ്സിലാവും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് പലതരത്തിലുള്ള കമന്റ് എഴുതിയിരുന്നത്. നിനക്ക് അവരെ പറയുന്നവരോട് നായ ഇതിലും ഭേദം ഷൈൻ ചോം ടാക്കോയുടെ ഇന്റർവ്യൂ കാണുന്നതായിരുന്നു. മോനെ മ്യൂസിക് ഇടേ. ഇത് വേമൂത്തിലെ ഡോർജസിലെ സങ്കടയുടെ നാടകമല്ലേ? എടാ മന്നപ്പു, എടാ ഇത് DMC അവതരിപ്പിക്കുന്ന ഡിവോഴ്സ് ആണ്. ഓ സോറി സ്റ്റേജ് മാറിപ്പോയി. ഐ ആം സോറി പോട്ടെ ചേട്ടാ. നോം അകക്കണ്ണുകൊണ്ട് കാണുന്നു, ഇവൻ ഒരു ചാരനാണ്.
ചാരായാലും എന്ത് തേങ്ങയായാലും വേണ്ടില്ല, എനിക്ക് ഇതിൽ വിന്നറാണ്. നമ്മുടെ പുൾസ് അവളുടെ ഒരു വിന്നർ. പിന്നെ ഞാനെന്താ മാങ്ങ പറിക്കാൻ വന്നതാ? നാശത്തിലേക്കാണ് അവന്റെ പോക്ക്. കള്ളസ്വാമി കള്ളസ്വാമി കള്ളസ്വാമി. നിന്റെ മറ്റവനടാ കള്ളസ്വാമി. സ്വാമി ഞാൻ താനി തറയാകും കേട്ടോ. താനോട് പൂലൊക്കെ കാണാം. ശ്രീ മോഹൻലാൽ ഇപ്പോൾ വരും. എലിമിനേഷൻ ഉടൻ ആരംഭിക്കും. ആരും വഴക്കുണ്ടാക്കരുത്, നിശബ്ദത പാലിക്കുക. ഇത് നിയമസഭയല്ല. ഫൈനൽ വിന്നറിനെ പ്രഖ്യാപിക്കാനുള്ള സമയമായി. ശ്രീ മോഹൻലാലിനെ വേദിയിലേക്ക് ഹാർദവുമായി ക്ഷണിക്കുന്നു. ഇത് ഒരു പടക്കളമാണ്. യുദ്ധത്തിൽ ബുദ്ധിയുള്ളവർ ജയിക്കും. 50,000 പൗണ്ട്സ് വിൻ ചെയ്തത് മറ്റാരുമല്ല, ഡി ബോസ് തുടങ്ങിയ കാലം മുതലേ മികച്ച പ്രകടനം കാഴ്ചവെച്ച, പ്രേക്ഷകരുടെ മുക്തകണ്ഠം പ്രശംസ നേടിയെടുത്ത നമ്മുടെ പ്രിയങ്കരിയായ മറ്റാരുമല്ല, ജാൻമണി. ജാസ്മിൻ പറഞ്ഞത് സത്യമാണ്. കപട നിരത്തിയപ്പോൾ ഈ സ്വാമിയാണ് വിജയിക്കേണ്ടത്. ഞാൻ നല്ല കളിക്കാരനാ. അത് നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. ഞാനാണ് ഇതിന്റെ വിജയി. വിളിക്കട്ടെ ഡി ബോസിനെ. ഇല്ലെങ്കിൽ ലാലേ ഓർത്തോ, നിന്റെ പേര് ഞാൻ ഹേമ കമ്മിറ്റി ചേർക്കും. മോനെ ബിഗ് ബോസ്, ഒന്ന് വേഗം വാടോ. അയ്യോ, അപ്പോ ഇത് ഡീബോസ് അല്ലേ? ഇതിലും ഭേദം ആ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ആയിരുന്നു. എടാ പന്ന ബിഗ് ബോസ്, സത്യം പറ, ആരാ നീ? ഞാൻ പൊളിപ്പുറഞ്ചു. ഞാനും ജാൻമണിയും പ്രണയത്തിലാണ്. എന്റെ പഴയ ഭാര്യയുടെ 50,000 പൗണ്ട് അടിച്ചു മാറ്റാൻ ഞങ്ങൾ ചെയ്ത പരിപാടിയാണിത്. അല്ലാതെ ഇത് ഡി ബോസോ ബിഗ് ബോസോ ഒന്നും അല്ല. ഈ വൃത്തിയുള്ളവരെ എന്താ ചെയ്യണ്ടേ? എനിക്കാണ് വേണ്ട. സ്കോട്ട്ലൻഡിലോ ഏത് ഉഗാണ്ടയിലോ പോട്ടെ, പൈസ മാത്രം മേടിച്ചതാ. അമ്മയുടെ ക്രിസ്ത്യൻ കൂടിയായ മോഹൻലാൽ ഇതുവരെ ഒരു അക്ഷരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മോഹൻലാൽ രാജിവെച്ചോ? ആര്യ, മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരമാണ്. ഒരു ബാൻഡ് പോയാലോ? ഇതിലും ഭേദം നാട്ടില് വല്ല പോക്കറ്റ് അടിക്കാൻ പോയാ മതിയായിരുന്നു. അയ്യോ, ഓടി പോയോ. നാഗേന്ദ്രി 50,000 പൗണ്ട് വായിച്ച് ഓടിപ്പോകുന്നത്. എടി പൈസ അടി, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കയറി റെയ്ഡ് എടുത്ത് ഞങ്ങള്. സംസ്കാരമില്ലാത്തവളും പൈസ കല്ലാത്ത ഈ വിടക്കിന് എനിക്ക് വേണ്ട. അഞ്ഞൂറാനെ വാ. അമ്പടാ പുൾസോ. വെക്ക അശോന്റെ കളിയന്മാരും കാക്കയുടെ വിശപ്പും തീരും. കഥയില്ലാത്തൊരു കഥയാണിത്, പതിവില്ലാത്തൊരു കഥയാണിത്. കൺമുന്നിൽ ഇത് കാണാം, ചെവിയോർത്താൽ ഇത് കേൾക്കാം. കൺമുന്നിൽ ഇത് കാണാം, ചെവിയോർത്താൽ ഇത് കേൾക്കാം. കലികാലം കോലം തുള്ളണ നാടിൻ കഥയാണേ. ഡി ബോസ്, ഡി ബോസ്, ഡി
boss, oh, D boss, D boss.